بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه وسلم. قال الإمام النجدي رحمه الله: باب ما جاء في قول الله تعالى: وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون وما قدر الله حق قدره. അള്ളാഹുവെ കണക്കാക്കേണ്ട നിലയിൽ അവർ കണക്കാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബദതുഹു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ നാളിൽ ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ആകാശങ്ങൾ അവന്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടതായിരിക്കും. ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ശർഹ് അൽ ഖൗൽ അസ്സദീദ്, അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ശർഹിൽ പറയുന്നു, ഇവിടെ ഇമാം നജ്ദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് അവസാനിപ്പിക്കുന്നത് ഈ ഒരു തർജ്ജമയോടുകൂടിയാണ്. എന്താണ് തർജ്ജമ എന്ന് പറഞ്ഞാൽ? തർജ്ജമ, ഇവിടെ തർജ്ജമ എന്ന് പറയുന്നത് എന്താണ്? ബാബിന് ശേഷം പറയുന്ന കാര്യം, ബാബുൻ, അതിനുശേഷം വരുന്നതിനാണ് തർജ്ജമ എന്ന് ഇവിടെ പറയാം. അപ്പൊ അത് അവസാനിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നിന്നുള്ള ഒരു ആയത്ത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദമത്തിനെ, അവന്റെ ജലാലത്തിനെ സൂചിപ്പിക്കുന്ന ആയത്ത് കൊണ്ടാണ് ഈ കിതാബ് അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അവന്റെ മഖ്ലൂഖാത്തുകൾ അവനോട് കീഴൊതുങ്ങിയവരാണ്, ആ കാര്യത്തിൽ വിനയാനിതരാണ്. അല്ലാഹുവിന്റെ മഹത്തായ വിശേഷണങ്ങൾ, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബദതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവൻ അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങും, അവന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കും. അത് മഹത്തായ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല സിഫത്താണ്, മഹത്വമാണ്. അക്ബറുൽ അദില്ല വൽ ബറാഹീൻ അലാ അന്നഹുൽ മഅബൂദു വഹ്ദഹു അൽ മഹ്മൂദു വഹ്ദഹു, അവൻ മാത്രമാണ് ഏകനായിട്ടുള്ള ഹക്കായിട്ടുള്ള ആരാധ്യൻ എന്നതിനുള്ള മഹത്തായ ഒരു വലിയ തെളിവാണ് അല്ലാഹു തആലയുടെ ഈ വിശേഷണങ്ങൾ. വൽ-അർളു ജമീഅൻ ഖബദതുഹു യൗമൽ ഖിയാമ വസ്-സമാവാതു മത്വിയാതുൻ ബിയമീനിഹി. طيب وما قدر الله حق قدره إشارة إلى أنهم ما وحدوا الله لأنهم ما قدروه حق قدره وما عظموه حق عظمته. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മാ വഹദുല്ലാ, അത് അവർ അള്ളാഹുവിനെ ഏകനാക്കിയിട്ടില്ല എന്നർത്ഥം. وهذه إشارة إلى أنهم ما وحدوا الله لأنهم ما قدروه حق قدره, കാരണം അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിനെ കണക്കാക്കേണ്ട നിലക്ക് അള്ളാഹുവിന്റെ ഖദർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ അള്ളാഹുവിനെ ഏകനാക്കുമായിരുന്നു. അതേപോലെ വമാ അദ്ദമുഹു ഹഖ അദമതിഹി, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ട നിലക്ക് അവർ മഹത്വപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ അള്ളാഹുവിനെ ഏകനാക്കുമായിരുന്നു. أن الله سبحانه وتعالى قال عن المشركين وما قدروا الله حق قدره أي لو عظموا حق عظمته لوحدوا. മുശ്രിക്കീങ്ങളെ പറ്റി അല്ലാഹു തആല പറയുകയാണ്, അവര് അള്ളാഹുവിനെ കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കിയില്ല, അവർ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ട രീതിയിൽ മഹത്വപ്പെടുത്തിയില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ മുശ്രിക്കീങ്ങളാകുമായിരുന്നില്ല, മുവഹിദുകളാകുമായിരുന്നു.
عن ابن مسعود رضي الله عنه قال جاء حبر من الأحبار إلى رسول الله صلى الله عليه وسلم. യഹൂദികളുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. فقال يا محمد إنا نجد أن الله يجعل السماوات على إصبع. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നാ നജിദു അന്ന അല്ലാഹ യജ്അലു സ്സമാവാതി അലാ ഇസ്ബഅ. അല്ലാഹു തആല ആകാശങ്ങളെ അവന്റെ ഒരു വിരൽമേലാക്കിയിരിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. അവരുടെ കിതാബിൽ അലാ ഇസ്ബഇൻ, ഇസ്ബ അതാണ് അഫ്സഹായിട്ടുള്ള കുത്തുബുൽ ഹദീസിൽ അഫ്സഹായിട്ടുള്ളത് ലഫ്ള് ഇസ്ബ, വിരലിന് പറയുന്ന ഇസ്ബ. അതിന് 10 ലുഗാത്തുകളുണ്ട്, 10ഉം സഹീഹാണ്. ഫിഹാ 10 ലുഗാത്ത് സഹീഹ. ഇസ്ബ അതാണ് ഏറ്റവും അഫ്സഹ്. പിന്നെ ഇസ്ബു, ബാക്ക് നമ്മോടുകൂടി ഇസ്ബു. പിന്നെ ഇസ്ബി, ബാക്ക് കസ്റയോടുകൂടി, ബാക്ക് കസ്റയോടുകൂടി. ഇസ്ബ, ഇസ്ബു, ഇസ്ബി. പിന്നെ അടുത്തത് ഹംസ. ആദ്യ തുടക്കത്തിലുള്ള ഹംസക്ക് ദമ്മോടുകൂടി ഉസ്ബ. വ ഉസ്ബു വ ഉസ്ബിയ, ഉസ്ബ വ ഉസ്ബു വ ഉസ്ബിയ. ബാക്കി ആദ്യം ഫത്ഹ, പിന്നെ ദമ്മ, പിന്നെ കസ്റ. മൊത്തം 6. പിന്നെ അസ്ബി, അസ്ബ, അസ്ബു. ഫസ്റ്റ് ഹംസ ഫത്ഹ, പിന്നെ വരുന്ന ബ 3 എണ്ണം ഫത്ഹ ദമ്മ കസ്റ, ഫത്ഹ ദമ്മ കസ്റ. മൊത്തം അങ്ങനെ 9. പിന്നെ അവസാനത്തത് ഉസ്ബു, ഉസ്ബു. അങ്ങനെ മൊത്തം 10. ഇസ്ബ, ഇസ്ബു, ഇസ്ബി, ഉസ്ബ, ഉസ്ബു, ഉസ്ബി, ഉസ്ബി, അസ്ബ, അസ്ബു, അസ്ബി. അങ്ങനെ മൊത്തം 9. അവസാനത്തത് ഉസ്ബു. അങ്ങനെ 10. സലാസ ഫി സലാസ, അതായത് ഹംസ ബാ ഇതിന് രണ്ടും ഹറക്കത്തുകൾ മാറ്റുക. ആദ്യത്തിൽ ഹംസ ദമ്മ, പിന്നെ ഹംസ കസ്റ ഔ ഫത്ഹ. ആദ്യത്തത് കസ്റ, രണ്ടാമത്തത് ദമ്മ, മൂന്നാമത്തത് ഫത്ഹ. അതേപോലെ ബായിനും മാറ്റുക. 3 ഹറക്കത്തുകൾ. അവസാനത്തെ ഉസ്ബു. അങ്ങനെ മൊത്തം 10. 10ഉം സഹീഹാണ്. അതിലേറ്റവും അഫ്സഹ്, കുത്തുബുൽ ഹദീസിൽ ഏറ്റവും അഫ്സഹായിട്ടുള്ളത് ഇസ്ബ എന്നുള്ളതാണ്. طيب قال جاء حبر من الأحبار إلى رسول الله صلى الله عليه وسلم فقال يا محمد إنا نجد أن الله يجعل السماوات على إصبع. الله تعالى ആകാശങ്ങളെ അവന്റെ വിരലിലാക്കിയിരിക്കുന്നു. വൽ അറദീന അലാ ഇസ്ബഇൻ, ഭൂമികളെയും അവൻ ഒരു വിരലിലാക്കിയിരിക്കുന്നു. വശജറ അലാ ഇസ്ബഇൻ, മരങ്ങളെ അവൻ ഒരു വിരലിലാക്കിയിരിക്കുന്നു. വൽമാ അലാ ഇസ്ബഇൻ, വെള്ളത്തെ അവൻ ഒരു വിരലിലാക്കിയിരിക്കുന്നു. വസ്സറ ഐ സറ തുറാബ്, മണ്ണ്. വസ്സറ അലാ ഇസ്ബഇൻ, മണ്ണിനെ അവൻ ഒരു വിരലിലാക്കിയിരിക്കുന്നു. വസായിറൽ ഖൽഖി അലാ ഇസ്ബ, ഇതല്ലാത്ത മറ്റെല്ലാ സൃഷ്ടികളെയും അവൻ അവന്റെ ഒരു വിരലിലാക്കിയിരിക്കുന്നു. ഫയഖൂലു അനൽ മലികു, എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഞാനാണ് അൽ മലിക്, ഞാനാണ് രാജാവ്. ഫദഹിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദു,
അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അണപ്പല്ലുകൾ കാണുകെ ചിരിച്ചു. തസ്ദീഖൻ ലിഖൗലിൽ ഹബ്രി, ആ ജൂത പണ്ഡിതൻ പറഞ്ഞ ആ കാര്യത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്. ثم قرأ صلى الله عليه وسلم ثم قرأ رسول الله صلى الله عليه وسلم وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ സംഭവം. വഫി റിവായലി മുസ്ലിം വൽ ജിബാല വശജറ അലാ ഇസ്ബഇൻ. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിലുള്ളത് പർവ്വതങ്ങളെയും അതേപോലെ തന്നെ മരങ്ങളെയും അവനൊരു വിരൽമേലാക്കി. ثم يهزهن فيقول, എന്നിട്ട് അതിനെ കുലുക്കി അല്ലാഹു തആല. ഫയഖൂലു അനൽ മലികു അനല്ലാഹ്, ഞാനാകുന്നു രാജാവ്, ഞാനാണ് അല്ലാഹ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. വഫി റിവായ ലിൽബുഖാരി വഫി റിവായ ലിൽബുഖാരി യജ്അലു السماوات على ഇസ്ബഇൻ. ഇമാം ബുഖാരിയുടെ റിവായത്തിലുള്ളത് റിപ്പോർട്ടുള്ളത് ഇങ്ങനെയാണ്: അല്ലാഹു തആല ആകാശങ്ങൾ അവന്റെ ഒരു വിരലിലാക്കിയിരിക്കും. വൽമാഅ വസ്സറ അലാ ഇസ്ബഇൻ, വെള്ളത്തെയും മണ്ണിനെയും അവൻ ഒരു വിരലാക്കിയിരിക്കുന്നു. വസായിറൽ ഖൽഖി അലാ ഇസ്ബഅ, അതല്ലാത്ത ബാക്കി എല്ലാ സൃഷ്ടികളെയും അവൻ അവന്റെ ഒരു വിരലാക്കിയിരിക്കുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദമത്തിന്റെ ആയത്തുകളാണ്, അടയാളങ്ങളാണ്. അമ്മൽ മഖ്ലൂഖാത്ത് ലൈസത് ബിശൈഇൻ, അവന്റെ സൃഷ്ടികൾ അവന്റെ അദമത്തിന് മുന്നിൽ ഒന്നും തന്നെയല്ല. അല്ലാഹു തആലയുടെ അദമത്തിന് മുന്നിൽ അവന്റെ സൃഷ്ടികൾ ഒന്നും തന്നെയല്ല. അവന്റെ അല്ലാഹുവിന്റെ ഒരു വിരലിൽ അല്ലാഹു തആല ഈ ഭൂമിയിലുള്ള ആകാശം, അല്ലാഹു തആലയുടെ വിരൽ അവൻ ആകാശത്തെ, മറ്റൊരു വിരൽ അല്ലാഹു തആല അവന്റെ ഭൂമിയെ, പിന്നെ മരങ്ങളെയും അതേപോലെ വെള്ളം, മണ്ണ്, അവന്റെ ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളെയും അവൻ അവന്റെ വിരലിൽ മുകളിലാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദമത്തിന്റെ സൂചനയാണ്, അടയാളങ്ങളാണത്. ഖാല റഹിമഹുല്ലാഹു വലി മുസ്ലിമൻ ഇബ്നു ഉമറ മർഫൂഅൻ യത്വി അല്ലാഹു അസ്സമാവാതി യൗമൽ ഖിയാമ, അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ ആകാശത്തെ ചുരുട്ടും. ثم يأخذهن بيده اليمنى, പിന്നീട് അതിനെ അവന്റെ വലത് കൈയിൽ പിടിക്കും. ثم يقول أنا الملك, എന്നിട്ട് പിന്നീട് അല്ലാഹു തആല പറയും, ഞാനാണ് രാജാവ്. അയ്നൽ ജബ്ബാറൂൻ അയ്നൽ മുതകബ്ബിറൂൻ, എവിടെയാണ് ശേഷാധിപതികൾ, എവിടെയാണ് അഹങ്കരിക്കുന്ന ആളുകൾ, എവിടെയാണ് എന്ന് അല്ലാഹു തആല ചോദിക്കും. ثم يطوي الأراضين السبع, പിന്നെ 7 ഭൂമികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടുന്നതാണ്. ثم يأخذهن بشماله, പിന്നീട് അതിനെ അല്ലാഹു തആല അവന്റെ കൈകളിൽ എടുക്കും. ثم يقول أنا الملك أين الجبارون أين المتكبرون, എന്നിട്ട് അല്ലാഹു തആല പറയും, ഞാനാകുന്നു രാജാവ്, എവിടെയാണ് ഏകാധിപതികൾ, സ്വേച്ഛാധിപതികൾ, എവിടെയാണ് അഹങ്കാരികൾ എന്ന് അല്ലാഹു തആല പറയും. ഈ ഹദീസിലും വന്നിട്ടുള്ള ബിഷിമാലിഹി, അവന്റെ ഇടതുകൊണ്ട് എന്ന് പറയുന്നത് قال العلماء هذه زيادة شذ بها عمر ابن حمزة العمري خالف الثقات وهو ضعيف فهي زيادة منكرة. ബിഷിമാലിഹി എന്ന് പറയുന്ന ആ ഭാഗം അത് മുൻകറാണ്, ആ സിയാദ. മറ്റേ ഹദീസിൽ നിന്ന് സിയാദ കൂടുതലായിക്കൊണ്ട് വന്നിട്ടുള്ള ബിഷിമാലിഹി എന്നുള്ളത് മുൻകറയാണ്. അത് ദഈഫായ ഒരു റാവിയിൽ നിന്നാണ്, റിപ്പോർട്ടറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ദഈഫായ റാവിയിൽ നിന്നാണ് ഈ ഷാദ ആയിട്ടുള്ള ഈ ഖൗല് വന്നിട്ടത്. അതുകൊണ്ട് തന്നെ അത് മുൻകറാണ്, ആ ഷാദ ആയിട്ടുള്ളത് മുൻകറായി തീരും. നേരെ മറിച്ച് സിഖത്തായ വിശ്വസ്തനായ ഒരു റാവിയിൽ നിന്നാണ് ഷാദ ആയത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഷാദ മാത്രമാണ്.
ദഈഫായ റാവിയിൽ നിന്നാണ് ഷാദായത് വന്നതെങ്കിൽ അത് മുൻകറായിത്തീരും. ഷാദ മുൻകറായിത്തീരും. ഉമർ ബിൻ ഹംസ എന്ന് പറയുന്ന ആ റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ദഈഫാണ്. അപ്പോൾ ബിഷിമാലിഹി എന്ന് പറയുന്നത് സഹീഹല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇടതുകൊണ്ട് എടുക്കും, ഇടതുകൊണ്ട് ഭൂമി 7 ഭൂമികളെ എടുക്കുമെന്ന് പറയുന്നത് ആ ഭാഗം സഹീഹല്ല. قال وروي عن ابن عباس رضي الله عنهما قال ما السماوات السبع والأرضون السبع في كف الرحمن إلا كخردلة في يد أحدكم. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അദ്ദേഹം പറഞ്ഞു, 7 ആകാശങ്ങളും 7 ഭൂമികളും അള്ളാഹുവിന്റെ കൈകളിൽ ഇല്ല, എങ്ങനെയല്ലാതെ നിങ്ങളിൽ ഒരുവന്റെ കൈകളിൽ എങ്ങനെയാണ് ഒരു ഖർദല, അതായത് ഒരു കടുകുമണി, നിങ്ങൾ ഒരുവന്റെ കയ്യിൽ ഒരു കടുകുമണി എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അല്ലാതെ റഹ്മാന്റെ കൈകളിൽ ആകാശങ്ങൾ 7 ആകാശങ്ങളും 7 ഭൂമികളും ഇല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്രയും നിസാരമാണ് അവന്റെ ഈ സൃഷ്ടികൾ. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അത്രയേ ഉള്ളൂ. وهذا رواه ابن جرير في تفسيره ولكن ضعفه الحافظ رحمه الله وغيرهم. ഈ അസർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പറഞ്ഞ അസർ ഇബ്നു ജരീർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന് തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ചില പണ്ഡിതന്മാർ അതിനെ ദഈഫാക്കിയിട്ടുണ്ട്. അൽ ഹാഫിദ് ഇബ്നു ഹജർ ഇബ്നു അദി അവരല്ലാത്ത മറ്റു പണ്ഡിതന്മാർ അതിനെ ദഈഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സനദിലുള്ള ഉമർ ഇബ്നു മാലിക് അദ്ദേഹം മുൻകറുൽ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഈ അസർ ദഈഫാണ്. فقال رحمه الله وقال ابن جرير حدثني يونس أخبرنا ابن وهب قال قال ابن زيد حدثني أبي قال قال رسول الله صلى الله عليه وسلم ما السماوات السبع في الكرسي إلا كدراهم 7 ألقيت في ترس. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്സമാവാതു സബ്ഉ 7 ആകാശങ്ങൾ അത് കുർസിയിൽ എങ്ങനെയാണ് ഇല്ലാ കദറാഹിമ സബ്അ, കുർസിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏതുപോലെയാണ് ഇല്ലാ കദറാഹിമ സബ്അത്തിൻ 7 ദിർഹമുകൾ പോലെയാണ്. ഉൽഖിയത് ഫി തുർസ്, ഫി തുർസിൻ ഒരു പരിചയിൽ എങ്ങനെയാണോ 7 ദിർഹമുകൾ ഇടപെട്ടിട്ടുള്ളത് അതുപോലെയാണ് കുർസിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ 7 ആകാശങ്ങൾ. അത് അള്ളാഹുവിന്റെ 7 ആകാശങ്ങൾ അള്ളാഹുവിന്റെ കുർസിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത്രയും ചെറുതാണ്. قال فيه علتان عبد الرحمن بن زيد بن أسلم وهو ضعيف هو إمام في التفسير لكنه ضعيف إذا نقل حديث فهو ضعيف. ഈ ഹദീസും ضعيفാണ്. 2 ന്യൂനതകളാണ് ഈ ഹദീസിനുള്ളത്. ഒന്ന്, ഈ ഹദീസിന്റെ സനദിലെ റിപ്പോർട്ടറായ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം അദ്ദേഹം ضعيفാണ്. അദ്ദേഹം തഫ്സീർ ഇമാമായി കൊണ്ട് അറിയപ്പെടുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് നഖൽ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഹാലെന്ന് പറയുന്നത് ദഈഫായിക്കൊണ്ടാണ് ഉലമാക്കൾ പരിഗണിക്കുന്നത്. അതാണ് ഒരു ന്യൂനത. രണ്ടാമത്തത്, ഈ ഹദീസ് മുർസലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സനദോട് കൂടിയല്ല. ഹദീസ് മുർസൽ. ഈ ഹദീസിന്റെ സനദിലുള്ള ഇബ്നു സയ്യിദ് ഹദ്ദസനി അബി, അബൂഹു സയ്യിദ് ഇബ്നു അസ്ലം, സയ്യിദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന ആ റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ട് കണ്ടുമുട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹദീസ് മുർസലാണ്. 2 ന്യൂനതകളാണ് ഈ ഹദീസിനുള്ളത്.
وقال أبو ذر رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول ما الكرسي في العرش إلا كحلقة من حديد ألقيت بين ظهري فلات من الأرض. അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, അള്ളാഹുവിന്റെ കുർസി, അർശിലുള്ള കുർസി, അല്ലെങ്കിൽ അർശുമായി തട്ടിച്ചു നോക്കുമ്പോൾ കുർസി എന്ന് പറയുന്നത് ഏതുപോലെയാണ്? കഹൽഖത്തിൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു വളയം പോലെയാണ്. ഉൽഖിയത് ബൈന ദഹ്റൈ ഫലാത്തിൻ മിനൽ അർദ്, വിശാലമായ ഭൂമിയിൽ എറിയപ്പെട്ട ഒരു വളയത്തെ പോലെയാണ് അർശുമായി കൊണ്ട് കുർസിയെ തട്ടിച്ചു നോക്കുമ്പോൾ. وهذا أيضا ضعيف فيه عبد الرحمن بن زيد بن أسلم وهو منقطع بينه وبين أبي ذر. അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഹദീസിന്റെ സനദിൽ അബൂ ദർ റളിയല്ലാഹുവിന്റെ മുമ്പ് അദ്ദേഹത്തിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സെയ്ദ് ബിൻ അസ്ലം, അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് ബിൻ അസ്ലം, അവർക്കിടയിൽ ഒരു കണ്ണി മുറിഞ്ഞിട്ടുണ്ട്, സനദ് മുറിഞ്ഞതാണ്. ലം യസ്മഅ മിൻഹു, അബൂ ദർ റളിയല്ലാഹുവിൽ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ് ബിൻ അസ്ലം ഇത് കേട്ടിട്ടില്ല, ഈ ഹദീസ് കേട്ടിട്ടില്ല. അതേപോലെ തന്നെ ഇതിന്റെ സനദിലുള്ള ഇസ്മായിൽ ബിൻ മുസ്ലിം അൽ മക്കി, അതുപോലെ വൽ മുഖ്താർ ബിൻ ഗസ്സാൻ, അവരും മജ്ഹൂലാണ്. ഈ ഹദീസും ളഈഫാണ്. وعن ابن مسعود قال بين السماء الدنيا والتي تليها 500 عام. ابن مسعود رضي الله عنه പറഞ്ഞു, بين السماء الدنيا والتي تليها, നേരത്തെ പറഞ്ഞ ബൈന സമാഇ ദുനിയ, ദുനിയാവിന്റെ ആകാശം, അതായത് ദുനിയാവിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശം, വല്ലത്തി തലീഹ, അതിനെ തുടർന്ന് വരുന്ന ആകാശത്തിനും ഇടയിൽ 500 ആമിൻ, 500 വർഷത്തെ വഴിദൂരമുണ്ട്. വബൈന കുല്ലി സമാഇൻ 500 ആമിൻ, എല്ലാ ഓരോ ആകാശങ്ങൾക്കിടയിലും 500 വർഷത്തെ വഴിദൂരമുണ്ട്. വബൈന സമാഇ സാബിഅതി വൽ കുർസി, ഏഴാം ആകാശവും കുർസിക്കുമിടയിൽ 500 ആമിൻ, 500 വർഷത്തെ വഴിദൂരമുണ്ട്. വബൈനൽ കുർസി വൽ മാഇ 500 ആമിൻ, കുർസിക്കും വെള്ളത്തിനുമിടയിൽ, അവിടെ വെള്ളം ഉദ്ദേശിക്കുന്നത് അർശ്, അള്ളാഹുവിന്റെ അർശ് നിലകൊള്ളുന്ന വെള്ളമാണ്, അതിനുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ട്. വൽ അർശി ഫൗഖൽ മാ, അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലാണ്. വല്ലാഹു ഫൗഖൽ അർശ്, അള്ളാഹു തആല അർശിന് മുകളിലാണ്. അള്ളാഹു തആലയുടെ ഉലൂ എന്ന് പറയുന്ന ദാത്തിയായിട്ടുള്ള ആ കാര്യത്തെ ഈ ഹദീസ് സ്ഥിരപ്പെടുത്തും. വല്ലാഹു ഫൗഖൽ അർശ്, അള്ളാഹു തആലയുടെ ഉലൂവുല്ലാഹി തആല ഉലൂവൻ ദാത്തിയൻ, അള്ളാഹു തആല അവന്റെ ദാത്തോടു കൂടി തന്നെ ഉലൂവിലാണെന്നതിന് സ്വരീഹായ തെളിവാണ്, വ്യക്തമായ തെളിവാണ് ഈ ഹദീസ്. അള്ളാഹു തആല അവന്റെ സിഫത്ത് കൊണ്ട് ഉലൂവിലാണ്, ദാത്ത് കൊണ്ടും ഉലൂവിലാണ്. ഖാല ലാ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അഅമാലിക്കും, നിങ്ങളുടെ ഒരു അമലുകളും അള്ളാഹു തആലയെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞതല്ല, ഗോപ്യമല്ല. അഖ്റജഹു ഇബ്നു മഹ്ദി عن حماد بن سلمة عن عاصم عن زر عن عبد الله ورواه بنحوه المسعودي عن عاصم عن أبي وائل عن عبد الله. قال الحافظ الذهبي رحمه الله قال وله طرق. വ്യത്യസ്ത പരമ്പരകളിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. قال العلماء الحديث حسن. وهذا يدلك على تعظيم الله وأن الله عظيم، وأننا لو عملنا ما عملنا من عبادة الله وحده لا شريك له
വവഹദന അല്ലാഹ് മാ ഖദ്ദറന അല്ലാഹ് ഹഖ ഖദ്രി. അല്ലാഹു തആലയുടെ മഹത്തായ ആ അദമത്തിനെ, അവന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നമ്മൾ എത്ര കണ്ട് ഇബാദത്ത് ചെയ്താലും, അവനെ ഏകനാക്കിയാലും, അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കാതിരുന്നാലും അള്ളാഹുവിന് കൊടുക്കേണ്ട ഖദറിനെ അനുസരിച്ച് നമ്മൾ അവനെ കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കിയിട്ടില്ല. വലാ അഅതൈനാ ഹഖ്ഖഹു വലാ കദാലിക അബദ്നാഹു ഹഖ്ഖ ഇബാദതി വമാ അബദ്നാഹു കമാ യൻബഗി ലിജലാലിഹി വമാ അബദ്നാഹു കമാ യൻബഗി ലിശുക്രിഹി ലിനിഅമിഹി അല്ലദി അഅതാനാ വമാ അബദ്നാഹു കദാലിക കമാ അമറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും അവൻ നൽകിയിട്ടുള്ള നിഅമത്തിന് അതിന് ശുക്റായിക്കൊണ്ട് അതിന് മതിയാകുന്നതല്ല. فكلما أو كلها يعني من ثلاث الأبواب نحن مقصرون فيها. ഈ മൂന്ന് ബാബിലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവനോട് കൊടുക്കുന്ന ഹക്കിന്റെ കാര്യത്തിൽ, അവനെ കണക്കാക്കേണ്ട രീതിയിൽ കണക്കാക്കുന്ന കാര്യത്തിലെല്ലാം നമ്മൾ പോരായ്മയുള്ളവരാണ്, ന്യൂനതകളുള്ളവരാണ്. ഒന്ന് അവനോടുള്ള ഇബാദത്തിന്റെ കാര്യത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ശുക്രിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ അല്ലാഹു തആല കൊടുക്കേണ്ട അദമത്തിന്റെ മഹത്വത്തിന്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ പോരായ്മകളുള്ളവരാണ്. ونحن نحن الإنسان إذا علم هذا ازداد تواضعا وافتقارا إلى الله. ഈ ഒരു കാര്യം ഒരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും ശരി, എത്ര കണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ ചെയ്താലും ശരി, അല്ലാഹു തആല അവന് നമുക്ക് നൽകിയ നിഅമത്തിന് ഒരിക്കലും അത് പകരമാകുന്നില്ല. എന്നിരുന്നാലും മനുഷ്യൻ അള്ളാഹുവിനോട് ആ കാര്യത്തിലൊക്കെ പോരായ്മകളും ന്യൂനതകളും കുറച്ചിലുകളും ഉള്ളവരാണ്. ഇതൊരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് തവാദു വർദ്ധിക്കും, അള്ളാഹുവിനോടും അതേപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുമുള്ള വിനയം വർദ്ധിക്കും. അള്ളാഹുവിലേക്ക് അവൻ ആവശ്യക്കാരനെന്ന ബോധം അവനുണ്ടാവും. فلو عبدنا الله ليل نهار ما عبدناه كما ينبغي لجلاله وعظمته واسمائه وصفاته. രാത്രി പകലും മുഴുവനും അവൻ ഇബാദത്ത് ചെയ്താൽ പോലും അള്ളാഹുവിന്റെ ജലാലത്തും അവന്റെ അദമത്തും അവന്റെ അസ്മാഉ സിഫാത്തും അത് ആവശ്യപ്പെടുന്ന നിലക്കുള്ള ആ ഒരു ഇബാദത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതല്ല. അപ്പൊ മനുഷ്യൻ അവന്റെ ഇബാദത്തിന്റെ കാര്യത്തിലെല്ലാം കുറച്ചിലുള്ളവരാണ്. അതുകൊണ്ടാ നമ്മുടെ ഖുസൂറുകൾ നമ്മൾ മനസ്സിലാക്കണം, അത് അംഗീകരിക്കണം, നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ്. ഖാല റഹിമഹുല്ലാഹു അൻ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ തദ്റൂന കം ബൈന അസ്സമാഇ വൽ അർദ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാരം പറഞ്ഞു, ഹൽ തദ്റൂൻ കം ബൈന അസ്സമാഇ വൽ അർദ്, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ എത്ര ദൂരമുണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? ഖുൽന അല്ലാഹു വ റസൂലുഹു അഅലം, ഞങ്ങൾ പറഞ്ഞു അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. ഖാല ബൈനഹുമാ മസീറത്തു 500 സന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവക്ക് രണ്ടിനും, അതായത് ആകാശത്തിനും ഭൂമിനും ഇടയിൽ 500 വർഷത്തെ വഴി ദൂരമാണ്. വമിൻ കുല്ലി സമാഇൻ ഇലാ സമാ, ഒരാകാശത്തിൽ നിന്ന് മറ്റേ ആകാശത്തിലേക്ക് മസീറത്തു 500 സന, 500 വർഷത്തെ വഴി ദൂരമാണ്. വകിസഫു കുല്ലി സമാഇൻ 500 സന, ഓരോ ആകാശങ്ങളുടെയും ഖനം 500 വർഷത്തെ വഴി ദൂരമാണ്. വബൈന അസ്സമാഇ സാബിഅതി വൽ അർശ്, ഏഴാം ആകാശത്തിനും അർശിനുമിടയിൽ ബഹ്റുൻ, കടലുണ്ട്, വെള്ളമുണ്ട്. ബൈന അസ്ഫലിഹി വ അലാഹു, ആ വെള്ളത്തിന്റെ ഏറ്റവും അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ കമാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ളത് പോലെയാണ്, അതായത് 500 വർഷത്തെ വഴി ദൂരം. വല്ലാഹു സുബ്ഹാനഹു വ തആല ഫൗക ദാലിക്, അല്ലാഹു തആല അതിനു മുകളിലാണ്, ഫൗകൽ അർശ്. വലൈസ യഖ്ഫാ അലൈഹി ശൈഉൻ മിൻ അഅമാലി ബനി ആദം, ബനു ആദമിന്റെ ഒരു അമലും തന്നെ അവനിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ഒരു അമലും അവനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞതല്ല, ഗോപ്യമല്ല.
قال أخرجه أبو داود وغيره وهذا الحديث أيضا ضعيف فيه عبد الله بن عمير وهو مجهول الحال ഈ ഹദീസിന്റെ സനദിലുള്ള അബ്ദുല്ലാ ബിൻ ഉമൈർ ഇതിന്റെ ഹാല് മജ്ഹൂലാണ് والحديث ضعيف وهو في ضعفه الألباني رحمه الله وفيه انقطاع أيضا അതേസമയം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇജ്തിമാഉൽ ജുയൂഷ് അൽ ഇസ്ലാമിയ്യ എന്ന് പറയുന്ന കിതാബിലും ഇമാം അദ്ദഹബി റഹിമഹുല്ലാഹ് കിതാബുൽ ഉലൂമിലും ഈ ഹദീസിനെ സ്വഹീഹാക്കിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഹദീസ് ദഈഫാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഈമാനും അതുപോലെ തന്നെ തൗഹീദും വർദ്ധിപ്പിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദമത്തിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ മഹത്വം എത്രയാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഈമാനും അവന്റെ തൗഹീദും വർദ്ധിപ്പിക്കും. രണ്ടാമതായി കൊണ്ട് അല്ലാഹു തആലയുടെ ഖുർആനിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുക. മഖ്ലൂഖീങ്ങളുടെ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഹഖീഖത്ത് എന്താണെന്ന് ഒരുവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അദമത്തിനെ സംബന്ധിച്ച് അവന് ബോധ്യമുണ്ടാകും. അള്ളാഹുവിന്റെ മഖ്ലൂഖീങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്, എത്ര നിസാരമാണ് എന്നൊരുവൻ മനസ്സിലാക്കിയാൽ, അള്ളാഹുവിന്റെ അതുമായി ബന്ധപ്പെട്ട വന്നിട്ടുള്ള ആയത്തുകളെ കുറിച്ച് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് അവന് മനസ്സിലാക്കും. അള്ളാഹുവിന്റെ മഖ്ലൂഖുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല. വലാ യർഫഊൻ വലാ യുൻസിലൂൻ വലാ യുഖദ്ദിമൂൻ വലാ യുഅഖിറൂൻ വലാ യുഇസ്സൂൻ വലാ യുസില്ലൂൻ. ഇതൊന്നും അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് സാധിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയാൽ അവന്റെ തൗഹീദ് വർദ്ധിക്കും, അവന്റെ അള്ളാഹുവിലുള്ള ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ അമലുകൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നതിൽ യാതൊരു ഫായിദയുമില്ല എന്ന് അവൻ മനസ്സിലാക്കും. നേരെ മറിച്ച് ഫായിദയുള്ളത് അള്ളാഹു തആലയ്ക്ക് സാമീപ്യം തേടിക്കൊണ്ട് ചെയ്യുന്ന അമലുകളിലാണ്. അള്ളാഹുവിനോടുള്ള തൗഹീദ് വർദ്ധിപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ഖുർആനികമായിട്ടുള്ള ആയത്തുകളെ പറ്റി ചിന്തിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അള്ളാഹു തആലയുടെ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും വന്നിട്ടുള്ള ആയത്തുകൾ സൂറത്തുൽ ഹശ്ർ, അതുപോലെ സൂറത്തുൽ അൻആം, സൂറത്തുൻ നഹൽ, സൂറത്തുർ റഹ്മാൻ തുടങ്ങിയിട്ടുള്ള സൂറത്തുകൾ അള്ളാഹു തആലയുടെ അസ്മാകളെ കുറിച്ചും സിഫാത്തുകളെ കുറിച്ചും വന്നിട്ടുള്ള ആയത്തുകൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് പാരായണം ചെയ്യുകയും അതേക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യാം. അതും ഒരുവന്റെ തൗഹീദിനെയും ഈമാനിനെയും വർദ്ധിപ്പിക്കുന്നതാണ്. فعظ نفسك وقوي توحيدك وإيمانك بهذه الآيات العظيمة والأحاديث النبوية فهي سبيل لزيادة الإيمان. ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള ഹദീസുകളും ഒരുവന്റെ തൗഹീദിനെയും ഈമാനിനെയും വർദ്ധിപ്പിക്കും. അത് അവന്റെ ഈമാൻ വർദ്ധിക്കുന്നതിന് സബീലിൽപ്പെട്ടതാണ്, മാർഗങ്ങളിൽപ്പെട്ടതാണ്. നസ്അലുല്ലാഹ തആല അൻ യതവഫാന അല തൗഹീദ് വസ്സുന്നഹ് വഅൻ യുവഫിഖന വഇയ്യാകും ലിമാ യുഹിബ്ബുഹു വയർദാ. ഈ കിതാബിന്റെ ദർസുകൾ അവസാനിച്ചു. നമ്മൾ ഇതിലെടുത്തുള്ള ഫായിദകൾ ഷെയ്ഖ് അലി അൽ ഹജ്ജാജി ഹഫിദഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് അത്തഅലീഖുൽ മുഫീദ് അല കിതാബി തൗഹീദ് എന്ന് പറയുന്ന കിതാബിൽ നിന്നും അതുപോലെ തന്നെ ഷെയ്ഖ് അദ്നാൻ അൽ മസ്ഖരി ഹഫിദഹുള്ള ദുറൂസിൽ നിന്നുമാണ്. ഫജസാഹുമുല്ലാഹു ഖൈറൻ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്.